പുന്നാര ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എന്തോട്ര ഇങ്ങേരി രാവിലെ തന്നെ എൻ്റെ ചെളിയും കുട്ടിയെ കാണിക്കാമെന്ന് ചിന്തിക്കേണ്ട. നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ നല്ലൊരു 8ൻ്റെ പണിയുടെ വീഡിയോ കേട്ടോ. പണി എന്ന് പറഞ്ഞാൽ 8ൻ്റെ എന്നല്ല 16ൻ്റെ പണിയെന്നോ 88ൻ്റെ പണിയെന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ. അമ്മാതിരി പണിയായിപ്പോയി. കാരണം നമ്മൾ ഈ വീടുകളിലേക്കും മറ്റൊക്കെ വാട്ടർ ലൈൻ വലിച്ചിടുന്ന സമയത്ത് ഒരു കാരണവശാലും ആ വാട്ടർ ലൈൻ പോകുന്നതിന്റെ പരിസരത്ത് വേരിറങ്ങി തിന്നാൻ ഭാഗത്തിന് അല്ലെങ്കിൽ കട്ട കൂത്തി നിൽക്കുന്ന ഒരു മരങ്ങളും അല്ലെങ്കിൽ ചെടികളും ഒന്നും നട്ടുപിടിപ്പിക്കരുത് എന്നുള്ളതിന്റെ തെളിവാട്ടോ ഇത്. എന്നാന്ന് വെച്ചാലേ വാട്ടർ ലൈൻ പോയിന്റ് സൈഡിൽ കൂടെ മുള നട്ടായിരുന്നു. മുളയുടെ കടയും കൂടെ വിരിഞ്ഞിറങ്ങി അവസാനം ആ സെന്ററിൽ കിടന്നിരുന്ന എൽബോ അങ്ങോട്ട് തള്ളി പൊട്ടിപ്പോയി. 3000 ലിറ്റർ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റി വെള്ളം നിറയണ ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് നോക്കിപ്പോണ്ട് വെള്ളം ഒറ്റയടിക്ക് തീർന്നു. വെള്ളം എവിടെ പോയി എന്നുള്ള അന്വേഷണം ചെന്നെത്തിയത് ഈ സംഭവത്തിലാട്ടാ. പിന്നെ പൈപ്പ് ലൈൻ കട്ട് ചെയ്ത് തിളച്ചെടുത്ത് പരിപാടിയൊക്കെ സെറ്റാക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പ്ലംബർമാരെ വിളിച്ചപ്പോൾ പ്ലംബർക്കായാണെങ്കിൽ നല്ല തിരക്കിലാണ്, ഓടിയെത്തി വരൽ നടക്കൂല എന്ന് പറഞ്ഞ് നമുക്ക് ഗസ്റ്റ് വന്നതിന് മുമ്പ് ലൈൻ ശരിയാക്കുകയും വേണം. കുറച്ച് നേരമൊക്കെ പിടിച്ച് വലിച്ചു നോക്കിയിട്ട് പൈപ്പ് പൊങ്ങി പോരാണ്ട് ഇപ്പോൾ തൂമ്പയ്ക്ക് 4 കൊത്തി ഇപ്പോൾ പൊട്ടിയിരുന്നായിരുന്നു എൽബോ അങ്ങോട്ട് പൊങ്ങി വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമായി. പിന്നെ ഇനി അവിടെ കുമ്പിട്ട് കിടന്ന് കട്ട് ചെയ്യാൻ റിസ്ക് എടുക്കേണ്ട ഒന്നുമില്ല. അങ്ങനെ എൽബോ പൊട്ടിപ്പോകുന്ന ഭാഗം മുകളിലേക്ക് പൊക്കിയെടുത്ത് ഇനി അവിടെ വെച്ച് കട്ട് ചെയ്ത് അവിടെ നിന്ന് ജോയിൻ്റ് അടിച്ച് സെറ്റാക്കുന്ന പരിപാടിയായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും എല്ലാ പരിപാടിയും വളരെ നിസ്സാരവും വളരെ സിമ്പിളും. ആ പ്ലംബർ അവിടെ വന്നിട്ട് അവൻ എന്നെ കാണിച്ച് അവൻ അവിടെ നിന്ന് ആ പൈപ്പ് കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് ഒരു ജോയിൻ്റ് ഇട്ട് അവിടെ അങ്ങ് ഒട്ടിച്ചിട്ട് മാറി പോയിട്ടില്ലുള്ളൂ. അതിനെന്തിനാ അവന് 250-300 മേടിക്കണമെന്ന് ചോദിക്കുന്ന ആൾക്കാരോടാട്ടാ. കാണുമ്പോൾ എല്ലാം നിസ്സാരമായിരിക്കും, അതിൻ്റെ പിന്നിലുള്ള പണിയാട്ടാ പണി. ആ മണ്ണിന്റെ അടിയിൽ കിടക്കണ പൈപ്പ് തോണ്ടി പുറത്ത് എടുത്ത് ചെളിയും കയ്യിലൊക്കെ തൂത്ത് കളഞ്ഞ് അവിടെ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി എടുക്കണമെങ്കിലേ 250-300 പണിയൊന്നും അല്ലാട്ടോ ഉള്ളൂ. ഈ പണി നമ്മൾ സ്വന്തമായിട്ട് ചെയ്തപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലായ. നമ്മൾ നോക്കുമ്പോഴും കാണുമ്പോഴും പറയണത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാനൊരു പ്ലംബറോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ അങ്ങനെയൊന്നും അല്ലാട്ടാ. എനിക്കറിയാവുന്നതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് പണികൾ ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിക്ക് മുമ്പ് നമ്മളൊരു അഡ്വൈസ് ചോദിക്കും. നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇലക്ട്രീഷ്യനും പ്ലംബറൊക്കെ ആയിട്ട് നമ്മുടെ മാഹിൻഖാനായിരുന്നു. മാഹിൻഖാനെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇന്നെ മാതിരിയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതിങ്ങനെ 3 എൽബോ വെച്ച് രണ്ടാമത് വേറെ ലൈൻ അടിച്ച് സെറ്റ് ചെയ്യണേണ്ട പ്രഷർ കുഴപ്പമുണ്ടോ, ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ വെള്ളമാണ് അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് എല്ലാം ഓക്കെ ആയതിനു ശേഷമായിട്ടാണ് ഞാൻ ഈ പണി ചെയ്യണത്. കാരണം നമ്മളൊരു മുൻകരുതൽ എപ്പോഴും എടുത്ത് വെക്കണമല്ലോ. അങ്ങനെ തൂമ്പയ്ക്ക് വെട്ടിപ്പൊളിച്ച് പൊക്കിയെടുത്ത പൈപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം തന്നെ അവിടെ ഒരു എൽബോയും കൂടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. 1.5 ഇഞ്ച്. ആ എൽബോ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ലെവൽ നോക്കിയപ്പോൾ മണ്ണ് കുറച്ച് പൊങ്ങി നിൽക്കണ കാരണം ഋത്തിക് ഭായി അവിടെ നിന്ന് തൂമ്പയും കൊണ്ട് മണ്ണ് മാറ്റി സെറ്റ് ചെയ്ത് തന്നെയാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എൽബോ കയറ്റി വെച്ചിട്ട് അതിനകത്തുള്ള മണ്ണും ചെളിയും സാധനങ്ങളും കഴിഞ്ഞ് നമ്മൾ ആക്സോ ബ്ലേഡും കൊണ്ട് അതിനകത്തുള്ള ക്ലാവിലും ചീമ്പി കളഞ്ഞിട്ടാട്ടോ ഈ സാധനത്തിലേക്ക് നമ്മൾ പശ തേച്ച് ഒട്ടിക്കണത്. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് പണിതാറിന് എങ്ങാനും തള്ളി പോയി കഴിഞ്ഞാലേ ലാസ്റ്റ് ചീത്തപ്പേര് ആർക്കും വരും, നമുക്ക് തന്നെ വരും. അപ്പോൾ ചീത്തപ്പേര് ഉണ്ടാവാതിരിക്കാനുള്ള പണി നമ്മൾ തന്നെ നോക്കണം കേട്ടോ. അങ്ങനെ അവിടെ പണിയും തുടങ്ങി. കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. പക്ഷെ ഒരു പണി കിട്ടിയെന്നു വെച്ചാൽ സോൾവെൻറ്റിൻ്റെ അടപ്പ് ഉറക്കാൻ വേണ്ടി പഴിച്ച പണി 18 നോക്കി, വാക്കത്തിക്ക് മുട്ടി നോക്കി, വെട്ടി നോക്കി, തോർത്തിട്ട് പിടിച്ചു നോക്കി, എന്ത് ചെയ്തിട്ടും സോൾവെൻറ്റിൻ്റെ അടപ്പ് ഉറക്കൂലായിരുന്നു. അവസാനം രാകേഷ് പറഞ്ഞു ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രാകേഷ് ഭായിയുടെ വക തേങ്ങ പൊട്ടിക്കണ മാതിരി ചുരിച്ചും മറിച്ചിട്ട് 4 ചുറ്റിക്കലും 4 വെട്ടും. അത് കഴിഞ്ഞ് മൂപ്പരെ കൈ കൊണ്ട് നല്ലൊരു പിടുത്തം കൂടി പിടിച്ചപ്പോഴത്തേക്കും യുറേഖ അതേ തുറന്നു വന്നു എന്ന്. അപ്പോൾ പിന്നെ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടല്ലോ നീലേ. അങ്ങനെ ഒരു സൈഡ് നമ്മൾ എൽബോ ഒട്ടിച്ചു, അവിടെ നമ്മൾ പശ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു പൈപ്പും കൂടെ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. ഇതൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള പണി മാത്രമായിട്ടോ, നമ്മൾ ഇതുവരെയും ചെയ്ത് ശീലമില്ലാത്ത പണിയാണ്. പിന്നെ ഈ ഗൾഫിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനികളുടെ അടുത്ത് നീ ട്രെയിൻ ഓടിക്കോ പ്ലെയിൻ ഓടിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല എന്ന് പറയൂല. ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ രീതിയിലാട്ടോ ഈ സമയത്ത് ഞാനും ഒരു പച്ചയുടെ ലുക്കായിന്ന്. അതായത് നമുക്ക് അറിയാൻ പാടില്ലാത്ത പണിയാണെങ്കിലും കണ്ടുപരിചയം വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ടെൻഡൻസി അങ്ങനെയായിപ്പോയി. അതുകൊണ്ടാട്ടാ അങ്ങനെ ഒരു സൈഡ് എൽബോ ഒട്ടിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനി പൈപ്പിൻ്റെ നീളം വീതിയൊക്കെ നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പുറം നമ്മൾ ലൈൻ തെളിച്ചെടുത്ത് കട്ട് ചെയ്തെടുത്ത് നമ്മളൊരു എൽബോയും അടിച്ചു കൊടുത്തു. അടുത്ത പൈപ്പ് എടുത്ത് വെച്ച് നമ്മൾ അതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കി മുറിക്കണ രംഗാട്ടേക്കാണ്.
ഈ പ്ലംബിങ്ങിൻ്റെ പണി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലേക്ക് പൈപ്പ് വെച്ചിട്ട് ആക്സോ ബ്ലേഡും കൊണ്ട് ഒരു വര അങ്ങോട്ട് ഒരു വര ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും പൈപ്പ് 2 പീസായി പോണ കാണാറുണ്ട്. പക്ഷെ നമ്മൾ 2 പീസാക്കാൻ വേണ്ടി ആക്സോ ബ്ലേഡ് ഒരു വരയും 2 വരയും അല്ലാട്ടോ 20 വരയുടെ മേളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചേ പിന്നെ കേട്ടോ പൈപ്പ് മുറിഞ്ഞു കിട്ടിയേ. ഓരോന്നോരോന്നും സെറ്റാക്കി വയ്ക്കുന്നതിന് മുമ്പ് നമ്മളതിനകത്തുള്ള ചെളിയും മണ്ണും പൊട്ടും പൊടിയും ക്ലാവൊക്കെ ശരിക്കും തൂത്ത് കളയുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം വച്ച് നോക്കിയതിന് ശേഷം പിന്നെ ഒന്നോടെ അളന്ന് മുറിച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷം തന്നെയായിട്ട് ചെയ്യണേ. കാരണം നീളം കൂടിയാലും പണിയാണ്, നീളം കുറഞ്ഞാലും പണിയാണ്. നീളം കൂടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വലിച്ചു വയ്ക്കാൻ ഗ്യാപ്പ് ഇല്ലാതാനും, നീളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അകത്തേക്ക് വലിച്ചു വെച്ച് ഒട്ടിച്ചായിട്ട് ശരിയാവുമില്ല. അങ്ങനെ കണ്ട് പണി പഠിച്ചേക്കുന്ന ഉള്ള ആശാന്മാരൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് അംഗം തുടങ്ങും. എന്ത് ചെയ്യാം, തുടങ്ങാതിരുന്നാൽ പറ്റൂലല്ലോ, തുടങ്ങിയല്ലേ പറ്റൂ. അങ്ങനെ മെയിൻ ലൈനിൽ നിന്നുള്ള കണക്ഷൻ നമ്മളിത് എവിടെ ഒരു എൽബോ ഇട്ട് ഒരു മീറ്റർ നീളത്തിൽ പൈപ്പ് മുറിച്ചെടുത്ത് സെറ്റാക്കിയിട്ടാ ഇനി അടുത്ത ഭാഗത്തേക്ക് ഒട്ടിച്ച് കയറ്റണം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറം കാണുന്ന പരിപാടി എന്താണെന്ന് വെച്ചാലേ പൈപ്പൊന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടി പഴയ പൈപ്പിൻ്റെ ഒരു പീസ് എടുത്ത് ഇപ്പുറ സൈഡിൽ കുത്തിച്ചാരി വെച്ചേക്കണേ കേട്ടോ. ഇനി അവിടെ ഒട്ടിക്കുന്നിടത്ത് തന്നെ ഒരു പൈപ്പിൻ്റെ മുകളിലേക്ക് നിൽക്കണമെന്നൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആ മാതിരി അവിടെ നിന്ന് ഉറുമ്പിൻ്റെ കടിയും കൊണ്ട് കൊതുകിൻ്റെ കടിയും കൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ആകപ്പാടുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ച് ലെവലാക്കിയിട്ട് ഈ 3 ബെൻഡൊക്കെ കൊടുത്ത് സപ്ലൈ കീപ്പോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ പ്രഷർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ തള്ളിപ്പോവോ തെന്നിപ്പോവോ ലീക്കടിക്കുമോ, ഇല്ലെങ്കിൽ പണി നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ആകപ്പാടെ നാണക്കേടാവൂല റബ്ബേ എന്നുള്ള പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് ആകപ്പാട് കിട്ടിയൊരു ബോണസ് എന്നാന്ന് വെച്ചാലേ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ലൈൻ അങ്ങോട്ട് തുറന്ന് വെള്ളം താഴെയിട്ട് അങ്ങോട്ട് പോണ സമയത്ത് ആ കളകളാന്നുള്ളൊരു ശബ്ദം കേട്ടിപ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, എന്താ ഒരു സെറ്റപ്പ്, ആ ഒരു സമയത്ത് കിട്ടുന്നൊരു സന്തോഷം. കാരണേ നമ്മൾ സ്ഥിരമായിട്ട് പണി ചെയ്യുന്നൊരു പ്രൊഫഷണൽ പ്ലംബറൊന്നും അല്ലല്ലോ. എവിടെയെങ്കിലും വല്ല പൈപ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 35 രൂപ എടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് മേടിച്ച് ഇവിടുന്ന് തിരിച്ച് കയറ്റി ഇട്ടിട്ട് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്ന രീതിയിലല്ലോ ഈ പരിപാടി. പിന്നെ സോൾവെൻ്റ് ഇട്ട് നമ്മൾ ജോയിൻ്റൊക്കെ ഒട്ടിച്ചെങ്കിലും നമുക്ക് നമ്മുടെ ധൈര്യത്തിന് വേണ്ടി ആ സോൾവെൻറ്റ് സിമെൻ്റ് എന്ന് പറഞ്ഞ സാധനം ആ പശ ഒന്നോടെയും എല്ലാ ജോയിൻറ്റിൻ്റെയും പുറത്തോടെയും കുറേശ്ശെ തൂത്ത് വയ്ക്കണ്ടിട്ടാ. സാധാരണ പ്ലംബർമാർ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അപ്പം തന്നെ ഇത് എല്ലാം സെറ്റാക്കി വെള്ളം തുറന്ന് നോക്കുമെങ്കിലും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഓരോ ഏരിയയും പിന്നെയും പശ വെച്ച് തേച്ച് പിടിപ്പിച്ച് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് വീണ്ടും പശ ഇട്ടിട്ട് 15 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ പൈപ്പ് തുറന്നോളൂ. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കണമെന്ന് വെച്ചാൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പശ ഇട്ടതിൻ്റെ പുറകെ തന്നെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങാനും ലീക്ക് അടിച്ചാലോ, ഇനി നേരായിട്ടും ബിരിയാണി വിളമ്പിയാലോ എന്ന് പറഞ്ഞ മാതിരി വെയിറ്റ് ചെയ്ത് നിർത്തേണ്ട മാക്സിമം വെയിറ്റ് ചെയ്തു. മാഷാ അല്ലാഹ്, അങ്ങനെ നമ്മുടെ ഒട്ടിപ്പും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം കഴിഞ്ഞ് പൈപ്പ് ലൈൻ നല്ല സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പണി തീർന്നുള്ള രീതിയിൽ തമ്പിങ് കാണിച്ചു. കട്ടയ്ക്ക് കൂടെ എന്ന രാജേഷ ഋത്തിക്ക് പറഞ്ഞു കേട്ടോ. രാകേഷാട്ട വീഡിയോ മൊത്തം എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റേതൊരു സെൽഫി വീഡിയോയും കൂടെ ചുമ്മാ എടുത്തിട്ടുണ്ടെന്ന് കിടക്കട്ടെ ഒന്ന്. അതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ കൊതുക് കണ്ട് കടിച്ചാന്ന് തോന്നുന്നു, കയ്യൊക്കെ ഒന്ന് ചൊറിഞ്ഞ് കടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ലാസ്റ്റ് ഋത്തിക്കിനെ പറഞ്ഞു വിട്ടു. ഋത്തിക്ക് പോയി പൈപ്പ് തുറന്നു. ആ വെള്ളം കൂടെ ഒലിച്ചിറങ്ങി പോണ സമയത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് തന്നെയാട്ടോ ഈ പണിയിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, ഒരു സന്തോഷം എന്ന് പറയുന്നത്. പണി ഫിനിഷായി. അപ്പോൾ എത്ര ഉണ്ടാകുന്നുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും തക്കിട വീഡിയോകളായിട്ട് ഇനിയും വരാമെന്ന്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് സനീർ പാറപ്പാടൻ. താങ്ക് യു.